കോവിഡ് കഴിഞ്ഞ സമയത്ത് പോലും 10-30 സിനിമ നടക്കുമായിരുന്നു. ഇപ്പൊ ആകെ 7-8 സിനിമ, അതും കൂടെ ഇവിടെ നിർത്താൻ പോവുകയാണ്. അത് വലിയ ആശങ്കയാണ്. എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആർട്ടിസ്റ്റുകളുടെ പൈസയാണ്. ആർട്ടിസ്റ്റാണെന്ന് അവർ പറയുകയാണെങ്കിൽ അവർ ഏത് ആർട്ടിസ്റ്റാണെന്ന് പറയണം. ഹീറോസിനെ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുന്നത്, ബാക്കിയുള്ളവരെയും കൂടെ ചേർത്താണോ? അത് ഏത് ഈ കാറ്റഗറിയിൽ നിന്നൊന്നുണ്ടോ, ഈ കാറ്റഗറിയിൽ നിന്നുണ്ടോ? എല്ലാവരും ഒന്നും പൈസയൊന്നും വാങ്ങുന്നില്ല. അവർ പറയുന്നത് ശരിയല്ല. സാധാരണ മനുഷ്യരും ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഒരു കണക്കാക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്നാലും ഇവരാരെയാണ് ഉദ്ദേശിക്കുന്നത്? ആർട്ടിസ്റ്റുകൾക്കെല്ലാം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. സാലറി വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിനനുസരിച്ച് പ്രതിഫലം അവർ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു സിനിമ എടുക്കാൻ പോകുമ്പോൾ അവർക്ക് ഒരു കഥാപാത്രത്തിന് അവർക്ക് വേണമെന്ന് തോന്നുന്നുണ്ടല്ലേ അവർ സമീപിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇത് ഡയറക്ടർ ആക്ടേഴ്സിന്റെ മാത്രം കാരണം കൊണ്ടാണ് പൈസ കൂടുന്നതെന്ന് നമുക്ക് പറയാനൊക്കില്ല. പല കാരണം കൊണ്ട് സിനിമയിൽ പൈസ കൂടും. ചില ഡയറക്ടേഴ്സ് പറയുന്ന ബഡ്ജറ്റ് അല്ലാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 8 കോടിക്ക് തീരേണ്ട പടം 28 കോടി വരെ. അതിന് ആക്ടേഴ്സ് ആണോ കാരണം? രാജേഷ് ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ. പിന്നെ മഴ കാരണം, ഷെഡ്യൂള് മാറിപ്പോകുന്നത് കാരണം, പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ചില സിനിമകൾക്ക് മഴ ഒരുപാട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പല കാരണങ്ങളില്ലേ. ഇതിന്റെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള സ്റ്റാർ തന്നെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴ പോലത്തെ സിനിമ ഭയങ്കര ഗംഭീരമായിട്ടാണ്, രോമാഞ്ചം ഭയങ്കര ഹിറ്റാണ്. അങ്ങനെ ചെറിയ ചെറിയ പടങ്ങൾ വലിയ വലിയ ക്ലബിലേക്ക് കയറുന്നുണ്ട്. ഇത് വലിയ ക്ലബ് ഇല്ലെന്നാണല്ലോ അവർ പറയുന്നത്. വലിയ ബഡ്ജറ്റ് സിനിമ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ആരും ഇതുവരെ ഗ്രോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഷെയർ 100 കോടി വന്നെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആക്ടേഴ്സ് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞങ്ങളത് പറയുവാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിതൊക്കെ ഞെട്ടിയിരുന്ന് ചെയ്തു, ഇതെന്തിങ്ങനെ പറയുന്നതെന്നൊക്കെ. അങ്ങനെയൊക്കെ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞങ്ങളും ഈ പറയുന്ന സിനിമ അഭിനയിക്കുന്നതേ ഉള്ളൂ. പകുതി സമയവും പ്രേക്ഷകരും ഞങ്ങളൊക്കെ ഒരേപോലെ തന്നെ. ഇതിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും അറിയത്തില്ല. ഇതിങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ തൊഴിൽ മേഖല നിൽക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ട്. പിന്നെ ഈ തിയേറ്ററിൽ വലിയ പടങ്ങൾ, സ്റ്റാർ കാസ്റ്റ് കൂടുതലുള്ള പടങ്ങൾക്ക് കൂടുതൽ സ്ക്രീൻസ് കൊടുക്കലും ചെറിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ പലപ്പോഴും പറയുന്ന 10 പേരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സിനിമ കാണിക്കുന്നില്ല. എറണാകുളം തിരുവനന്തപുരം ആയിരിക്കത്തില്ല. അതുപോലെ ചില സിനിമ നിങ്ങൾ അത് പോയി കാണും, ഇത് കാണിക്കണ്ട എന്നൊക്കെ പറയുന്നതായിട്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കുറിപ്പിടും. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ഏത് തിയേറ്ററെ ഉദ്ദേശിക്കുന്നു? അയ്യോ അത് പറഞ്ഞാൽ ശരിയാവില്ല ചേച്ചി, അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ചില സിനിമ തിയേറ്റർ എക്സിബിറ്റേഴ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഫാമിലി കയറുന്ന സമയത്ത് ഫാമിലി സിനിമ ഇടാതിരിക്കുക എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലായിരിക്കും ഫാമിലിക്ക് വരാൻ പറ്റും. അപ്പോൾ ഫാമിലി കാണേണ്ട സിനിമകൾ വൈകുന്നേരം ഷോ ഇല്ലാതിരിക്കുക. 3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് കൊള്ളൂലെന്ന് അവർ തീരുമാനിക്കുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ചില സിനിമകൾ ഒരു ദിവസം തന്നെ ഓടിച്ചിട്ട് മാറ്റിട്ട് ഒരു ദിവസം 4-5 സിനിമകൾ അടുപ്പിച്ച് റിലീസ് ചെയ്യുന്നുണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇവിടെ സംഘടനകളുണ്ട്. പക്ഷെ എന്നാലും ഇത് ഇപ്പൊ പറയുന്ന ഒരു കാര്യം ഭയങ്കര അസ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സമരം ഇത്ര തിടീന്ന് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് അത് ഇൻഡസ്ട്രിക്ക് ഗുണമാണോ എന്ന് അറിയത്തില്ല. ഒരു സമയത്ത് പറയുന്നു മലയാള സിനിമ ലോകോത്തര നിലവാരമാണെന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അറിയേണ്ട കാര്യങ്ങൾ രണ്ടും ഇത് ചേർച്ചയില്ല. അതായത് സിനിമ മലയാളത്തിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം വേറെ ലാംഗ്വേജിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയെക്കുറിച്ചാണ്. കാരണം ബോളിവുഡിൽ തകർത്തടിഞ്ഞ് എവിടെയെങ്കിലും ഒന്നും ഇല്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. കാരണം അവരുടെ ആൾക്കാരുടെ പൈസ ഭയങ്കര ഹൈ പ്രൈസ്ഡ് ആണ്. അവരൊന്നും ആക്ടേഴ്സിനെ കിട്ടുന്നില്ല, ടെക്നീഷ്യൻസിനെ കിട്ടുന്നില്ല. അവരെല്ലാം എവിടെയാണ്? ഇപ്പം ഞാൻ നാളെ അഭിനയിക്കാൻ പോകുന്ന ഒരു ബോംബെയിൽ നിന്നുള്ള ഒരു ടീമിൻ്റെ പടമാണ്. നമുക്ക് വേണമെങ്കിൽ ഹിന്ദി സിനിമ ചെയ്യായിരുന്നു. പക്ഷെ അവർ മലയാളം ചൂസ് ചെയ്യുക, ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ ഇവിടെയാണ് വയബിൾ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ ഈവൻ ചെറിയ സിനിമകൾ ഓടുന്നതിനെക്കുറിച്ചും അവർ വളരെ ഇപ്പം പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ, എല്ലാ സിനിമയും ഇവർ കാണുന്നു. എല്ലാ സിനിമയും ഇപ്പം ഞങ്ങളുടെ സിനിമ മുറ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്തവർ കുറയും. വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും അത് കാണുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റുകളെ അവർക്ക് വേണം. ഇപ്പോൾ എല്ലാ ആൾക്കാരെയും നമ്മുടെ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ടെക്നീഷ്യൻസിനെ എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നു. പിന്നെ പല സിനിമകളും ഇവരുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചു. ആ ലിസ്റ്റിൽ പലതും നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമകൾ. അപ്പോൾ ഡയറക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾ ഒരു സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിന് കൊടുത്ത് പ്രൊഡ്യൂസർ അതിന് ഇത്ര രൂപ സമ്മതിച്ചിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ?
അപ്പോൾ അതിന് ഡയറക്ടറിന് അത് ചെയ്തെടുക്കാനുള്ള മെറിറ്റ് ഉണ്ടോ, സ്ക്രിപ്റ്റിനുള്ള മെറിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കാൻ ഉള്ള ബുദ്ധി പ്രൊഡ്യൂസറും കാണിക്കണം. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഗുണം നോക്കിയിട്ടല്ലേ, അല്ലാതെ പകുതി പൈസയ്ക്ക് കിട്ടുന്നത് കൊണ്ട് ബൈക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ പോലെ സിനിമ എടുക്കാൻ ഇറങ്ങിയാൽ ഇതുപോലൊക്കെ ഇരിക്കും ചിലപ്പോൾ. ഉണ്ടാകുന്ന സിനിമകളെ മലയാളികൾ കയറി കാണും, അതിന് ഒരു സംശയം വേണ്ട. എത്ര ഇനി പറഞ്ഞാലും പ്രേക്ഷകരെയോ റിവ്യൂവേഴ്സിനെയും പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ കാണും. പുറം 50 ദിവസം ഓടി. എന്ത് പ്രമോഷൻ ഉണ്ടായിരുന്നു, എന്ത് പ്രമോഷൻ ഉണ്ടായിരുന്നു പടത്തിന്? പുതുമുഖ പിള്ളേരെല്ലായിരുന്നു, 4 പുതിയ കുട്ടികളല്ലായിരുന്നു, ഓടിയില്ലേ? നന്നായിട്ട് ഓടി, 50 ദിവസം ഓടിയ പടം. കണ്ടന്റ് നന്നായെങ്കിൽ മലയാളികൾ കണ്ടിരിക്കും. എന്റെ പെർഫോമൻസ് പിന്നെ ഞാൻ എല്ലാ വേഷവും ചെയ്യുന്ന എല്ലാ സിനിമയിലും സിനിമയിലെ സംവിധായകന്റെ മെറിറ്റ്, ഡയറക്ടേഴ്സിന്റെ മെറിറ്റ്, ടെക്നീഷ്യൻസിന്റെ മെറിറ്റ് അല്ലേ. നല്ല സിനിമ ഞാൻ പറയും, ഞാൻ തന്നെ ചെയ്യുന്ന ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത സിനിമ ധൈര്യത്തോട് വന്നത് നിങ്ങൾ കാണുമെന്ന് എനിക്ക് പറയാൻ ഞാൻ പറയും സിനിമയ്ക്ക് വേണ്ടി. പക്ഷെ നമ്മൾ പിന്നെ ആവർത്തിച്ച് പറയുന്നതൊക്കെ കുറവായിരിക്കും. നമുക്ക് തന്നെ അറിയാം ഈ സിനിമ ആൾക്കാർ കാണുമല്ലോ സംശയം. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ കാണും, ഒരു സംശയം വേണ്ട. നമുക്ക് അത്ര ഒരു ഡിസേർണിങ് ഓഡിയൻസ്, അഭിമാനം എന്ന് പറഞ്ഞാണല്ലോ മേക്കേഴ്സിനെക്കാട്ടി കൂടുതൽ മലയാളി ഓഡിയൻസിനെ കുറിച്ച്. അവർ നല്ലതാണെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ അറിയാം. അവരൊരു കാര്യം കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അത് ശ്രമിക്കും. അതാണ് മലയാളി ഓഡിയൻസിൻ്റെ ഗുണം. ഇപ്പം ഇങ്ങനെ പത്രസമ്മേളനത്തിന് ശേഷം ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ് ഈ കളക്ഷനിലുള്ള റിപ്പോർട്ടിൽ. സാധാരണ തന്നെ പടം ഇറങ്ങിയതിൻ്റെ വലിയ പടങ്ങൾ പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ 50 കോടി അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ 100 കോടി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ്. ഇവർ ഉദ്ദേശിക്കുന്ന വേൾഡ് വൈഡ് കളക്ഷൻ ആയിരിക്കും, പക്ഷേ പ്രൊഡ്യൂസർ പറയുന്നത് ചിലപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കും. പക്ഷെ വ്യക്തത പറയാത്ത രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വളരെ രീതിയിൽ കുറയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ARMന്റെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിച്ചു, 100 കോടിയുടെ ചേച്ചി വന്നതായിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് എന്താണ് എന്നുള്ള ഞാൻ പറഞ്ഞത്. അതായത് 100 കോടി എന്ന് പറയുമ്പോൾ ഗ്രോസിനെ കുറിച്ചാണ് പറയുന്നത്. 100 കോടി ഷെയർ വരുന്നതിനെ കുറിച്ച് ആരും ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളും ആ വിശ്വാസം കുറയുന്ന ലിസ്റ്റിൽ എന്നെയും കൂടെ പല അന്വേഷണങ്ങളും കാര്യങ്ങളും വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ പ്രൊഡ്യൂസർമാർ നേരിടുന്നുണ്ടാവുമായിരിക്കാം. ഈ കളക്ഷൻ ഇത്ര കിട്ടി എന്നുള്ള അഡ്വർടൈസ്മെന്റ് മൂലമോ അല്ലെങ്കിൽ സിനിമയെ പ്രൊമോഷൻ ചെയ്യാമോ അതിനുള്ള കാരണം മൂലമോ ഇപ്പോൾ കളക്ഷൻ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടാക്സോ ഇഡിയോ ഒക്കെ കയറാനുള്ള ചാൻസ് കൂടുതൽ. അതിനെ മറയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്താണ് ഇവരുടെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ നമുക്കും പിടിയില്ല. എന്താണ് ഇതിന്റെ റിയൽ ഉദ്ദേശം എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നതിന് പ്രൊഡ്യൂസേഴ്സിന് നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. വലിയ രീതിയിൽ അവർ ഡയറക്ടറിനെ വിശ്വസിച്ചു സിനിമ ചെയ്തു, നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അയ്യോ ഈ സിനിമ വർക്കാവില്ല എന്നൊക്കെ തോന്നും. അപ്പൊ പിന്നെ എന്താ സ്ഥിതി? തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളെ ഇറക്കാനും കൂടെ കാശിരവാണ്. അത് എത്രയോ ദിവസം നിലനിന്ന് 3 ആഴ്ച ഓടിയാലേ OTT വാങ്ങിക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൂപ്പ് അല്ലെ ഇങ്ങനെ ഒരു വേൾപൂളിനകത്താണ് പ്രൊഡ്യൂസേഴ്സ്. ചിലരെങ്കിലും ഇതൊന്നും അറിയാതെ വന്ന് ചാടുന്ന പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഡബിങ്ങിനൊക്കെ പ്രൊഡ്യൂസർ ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് നമുക്ക് അയ്യോ പാവപ്പെട്ടവൻ്റെ പൈസ പോയി നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് തിയേറ്ററിൽ നിന്ന് OTTയിലോട്ട് അല്ലെങ്കിൽ അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. നമ്മുടെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ഇന്ന് നമ്മുടെ പിള്ളേർ ചെറുപ്പക്കാരെ കാണാൻ പോകുന്ന അവർ വയലൻസ് സിനിമകളൊക്കെയാണ് ഇഷ്ടം. ഇപ്പോൾ മാർക്കോ കാണാൻ ആൾക്കാർ പോകും, അൻപോട് കൺമണി കാണാൻ പോകില്ല, അല്ലെങ്കിൽ വിശേഷം കാണാൻ പോകില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ച് വിശേഷത്തിന് ഓഡിയൻസ് വിശേഷത്തിന് ഉണ്ടായിരുന്നു, ആൾക്കാർ കണ്ടു ഓടി. നല്ല സിനിമയാണെങ്കിൽ ഞാനെപ്പോഴും വിശ്വസിക്കുന്നു കേട്ടോ, ഒരു ഇച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് എത്തും. ഇപ്പൊ ബേസിലുണ്ടല്ലോ ഓഡിയൻസ് അല്ലേ, ഗുരുവായൂരമ്പലനടയിലൂടില്ലേ ബേസിൽ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ എന്താ ചെയ്യാനാ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ പടങ്ങൾ ഓടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തീരുമാനത്തില് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു നല്ല വിഷമമുണ്ട്. ഞങ്ങൾ ശരിക്കും ഭയങ്കര വലിയ വിഷമത്തില്ല. കാരണം ഇവര് ആർട്ടിസ്റ്റ് ആരാന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ആരെന്ന് ഇവര് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പെടുന്നുണ്ട്. ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ആരാ ആർട്ടിസ്റ്റ്? മേടിക്കാത്തവരും മേടിച്ചവരും എല്ലാവരും പെടുന്നുണ്ട്. അല്ലേ? അങ്ങനെയല്ല, അവരോട് ചോദിക്കണം നിങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ A ഗ്രേഡ് ആർട്ടിസ്റ്റ്, സാറ്റലൈറ്റ് റൈറ്റുള്ള ആർട്ടിസ്റ്റുള്ള ഹീറോസിനെ മാത്രമാണോ അവരുടെ കണ്ണിൽ ആർട്ടിസ്റ്റ്? ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മൾ ആരാണ് നമ്മൾ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെ ആരാണ്?